അപ്പോൾ ഇന്ന് നമുക്കൊരു മക്രോണി ഉണ്ടാക്കിയാലോ. ആദ്യം ഒരു പാന് വെക്കാം, അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് ഉള്ളി ഇടാം. ഉള്ളി ഒന്ന് കുറച്ചായ ശേഷം കുറച്ച് ഉപ്പും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് അതൊന്ന് നല്ലോണം വാടിയ ശേഷം നമുക്ക് കുറച്ച് ചിക്കൻ ഇടാം. ഞാൻ ഇതിൽ കൊട്ടുള്ള ചിക്കനും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് ഗ്രീൻ ചില്ലി സോസ് ഒഴിക്കാം. എന്നിട്ടൊന്ന് നല്ലോണം ആയ ശേഷം മുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. എനിക്കതിൽ കുറച്ചും കൂടി മുളക് പൊടി വേണമെന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഇടാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഞാനതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്നിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഇടാം. എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമുക്കതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ബോയിൽ ചെയ്ത മക്രോണി നമുക്കതിലേക്ക് കുറച്ചിട്ടിട്ട് ഒന്ന് ചെറുങ്ങനെ മിക്സ് ചെയ്യാം. ചെറുങ്ങനെ മിക്സ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് ഒടിഞ്ഞു പോകും. എന്നിട്ട് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് നമുക്കവിടെ മൂടി വെക്കാം. എന്നിട്ട് നമുക്കത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. കുറച്ച് എരിവ് കൂടിപ്പോയി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഓക്കെ, ബൈ.